കൃത്യമായി അറിയുന്നു, ഉൾക്കൊള്ളുന്നു. മാതാപിതാക്കളാണ് മുന്നിലിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രഭാഷകരെല്ലാം ആ വിഷയം സവിസ്തരം എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് പറയേണ്ടുന്ന ചില കാര്യങ്ങൾ ഉസ്താദന്മാർ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിലൂടെ അതേപോലുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ മോശമാണ്. എല്ലാ മാതാപിതാക്കളും ആശങ്കയിലാണ്. വളർന്നു വരുന്ന കുട്ടികളെ എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ നൽകിക്കൊണ്ട് യഥാർത്ഥ സാലിഹ്യങ്ങളായ സന്താനങ്ങളായി ഞങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കും എന്നത് എല്ലാ മാതാപിതാക്കളുടെയും ആശങ്കയാണ് എന്നതാണ്. അതിന് പറയപ്പെട്ട മാതൃകകളും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള രീതിയിൽ മക്കളെ വളർത്തുന്നതോടൊപ്പം പ്രിയമുള്ള മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ മക്കളൊക്കെ ജനിച്ചു വീഴുന്നത്. അല്ലാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഉദരത്തിൽ നിന്നും അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവരാണ്. അതിനുശേഷം നിങ്ങൾ പലതും കണ്ടു. മനസ്സിലാക്കാൻ കാഴ്ചയും കേൾവിയും തുടങ്ങി മനുഷ്യന് പലതും സ്വായത്തമാക്കാനുള്ള ഉപകരണങ്ങളും അല്ലാഹു മനുഷ്യനിൽ സൃഷ്ടിച്ചു. പലതും കണ്ടു, പലരിലൂടെയും പലതും പഠിച്ചു. അധ്യാപകരിലൂടെയും മാതാപിതാക്കളിലൂടെയും ഒക്കെ നമ്മളുടെ മക്കൾ പലതും പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് പലതും സ്വായത്തമാക്കുന്നത് എന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞിന്റെ, ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ ഒന്നാമത്തെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് ഓരോ ഉപ്പയും ഓരോ ഉമ്മയുമാണ് എന്നത് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മളുടെ മക്കളെ നല്ലത് പഠിപ്പിക്കുക എന്നത് ഏതെങ്കിലുമൊക്കെ മദ്രസകളിൽ, ഏതെങ്കിലുമൊക്കെ ദീനിയായ സ്ഥാപനങ്ങളിൽ ഉസ്താദന്മാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറം ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് ചെയ്യേണ്ടുന്നത് മാതൃക കൊണ്ട്, ഒരു മോഡലായിക്കൊണ്ട് എല്ലാ വിഷയങ്ങളിലും എൻ്റെ മകന് മകൾക്ക് ഞാൻ മാതൃകയാണ് എന്ന് പറയാൻ ഓരോ ഉമ്മയ്ക്കും ഓരോ ഉപ്പയ്ക്കും കഴിയണമെന്നതാണ്. നമ്മൾ നന്നാവുക, നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നത് തന്നെയാണ് മക്കൾ നന്നാകാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാരണം. നമ്മൾ നന്നായാൽ മതി. നമ്മളുടെ വ്യക്തി ജീവിതം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പെരുമാറ്റ രീതികൾ ഇതെല്ലാം നന്നായി കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ സ്വാഭാവികമായും നന്നാകുന്നു. ഓരോ കുഞ്ഞും ഓരോ ഉപ്പയെയും ഉമ്മയെയും ആകാംക്ഷയോടുകൂടി നോക്കും, ശ്രദ്ധിക്കും. എൻ്റെ ഉപ്പ എന്ത് ചെയ്യുന്നു, എൻ്റെ ഉമ്മ എന്ത് ചെയ്യുന്നു എന്നത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളത് അറിയുന്നുണ്ടാവില്ല. എൻ്റെ ഉപ്പ ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ എൻ്റെ ഉമ്മയുടെ ശ്രദ്ധ എന്താണ്? ഖുർആൻ പാരായണം കൃത്യമായി ചെയ്യുന്നുണ്ടോ? സൃഷ്ടികളോടുള്ള ഇടപാടുകൾ, ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ എൻ്റെ ഉപ്പ എവിടെ നിൽക്കുന്നു, എൻ്റെ ഉമ്മ എവിടെ നിൽക്കുന്നു എന്ന് ഓരോ കുട്ടിയും കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന ബോധം ഓരോ രക്ഷകർത്താവിനും ഉണ്ടാകണം. ഉപ്പയും ഉമ്മയും തിരക്കുകളിലാണ്, അവരവരുടെ ലോകങ്ങളിലാണ്. അവരുടെ ജീവിതം ദീനുൽ ഇസ്ലാമിന് എതിരായ ഒരു ജീവിതമാണ്. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് ചേരാത്ത രീതിയിലാണ് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ജീവിക്കുന്നത്. ഉമ്മയുടെ വസ്ത്രധാരണം അങ്ങനെയാണ് എങ്കിൽ മക്കൾ അതിനേക്കാൾ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഞാനെന്ന ഉപ്പ, ഞാനെന്ന ഉമ്മ എൻ്റെ മകന് മകൾക്ക് മാതൃകയാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മളുടെ മക്കളുടെ മക്കൾ നന്നാകും എന്നത് ഖുർആൻ നമ്മളോട് പറഞ്ഞ യാഥാർത്ഥ്യമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം പറയുന്നുണ്ട്. വിശാലമായ സംഭവമാണ്. സമയം പരിമിതമാണ്, സാഹചര്യവും എല്ലാം വളരെ കുറവാണ്.
മൂസ അലൈഹിസ്സലാമും ഖിദർ അലൈഹിസ്സലാമും നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു മതില് കാണുകയാണ്. തകർന്ന് വീഴാറായ ഒരു മതിൽ. മൂസ അലൈഹിസ്സലാം ഒരു നാട്ടിലേക്ക് ചെന്നു. ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. ആ നാട്ടുകാർ അതിന് വിസമ്മതിച്ചു. ആ നാട്ടുകാർക്ക് ആ നാട്ടിലുള്ള ഒരു മതില് തകർന്നു വീഴാൻ പോവുകയാണ്. മൂസ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാം എന്ത് ചെയ്യാണ്? ആ മതില് നന്നാക്കി. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഓവർ ഡ്യൂട്ടി എടുക്കുന്നത്? നിങ്ങൾ സൽക്കാരം ചോദിച്ചിട്ട് സൽക്കരിക്കാത്ത ആളുകളെ നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? അല്ലാഹു പറയുന്നുണ്ട്, എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തു? ആ മതിലിന് താഴെ യതീമികളായ 2 മക്കളുടെ സമ്പത്ത്, സ്വത്ത് ആ മതിലിന് താഴെയുണ്ട്. ആ മതിലെങ്ങാനും തകർന്നു വീണ് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ആ സ്വത്ത് എടുത്തു പോകും. ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെയാകും. നോക്കണം അതിന് കാരണം. എന്തുകൊണ്ട് ഈ പ്രവാചകന്മാരെ ഈ ഒരു ദൗത്യം, ഈ മക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കണം, ആ പണി എടുപ്പിക്കുന്നത് പ്രവാചകന്മാരെ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചെയ്തത്? അത് അല്ലാഹു പറയുന്നു, വകാന അബൂഹുമാ സാലിഹ. ഈ മക്കളുടെ ഉപ്പയും ഉമ്മയും നല്ല ആളുകളായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഉപ്പയും ഉമ്മയും നന്നായി കഴിഞ്ഞാൽ അതിന്റെ ഫലം, അതിന്റെ ഗുണം 7 തലമുറ വരെയെങ്കിലും ഉണ്ടാകും എന്നത് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാതൃക കാണിച്ചുകൊണ്ട്, ഉമ്മയെന്ന ഉപ്പയെന്ന ഞാനും നിങ്ങളും മാതൃക കാണിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ കൺകുളിർമയേകുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അതുപോലെ ഒരു വിഷയവും കൂടി അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ മക്കൾക്കൊക്കെ അവധി ലഭിച്ചിരിക്കുകയാണ്, ലീവാണ്. മദ്രസയിലും സ്കൂളിലുമൊക്കെ വളരെ വിലപ്പെട്ട സമയങ്ങളാണ് ഇനി നമ്മളുടെ മക്കൾക്ക് ലഭിക്കുന്നത്. ഇത്രയും നാൾ നമ്മളുടെ മക്കൾ അധ്വാനിച്ചു കഷ്ടപ്പെട്ടു, ഇനി അവർ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഒരു മാതാപിതാക്കളും തീരുമാനിക്കരുത്. ഈ പഠന കാലയളവിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കാൻ, മതപരമായ ഭൗതികപരമായ വിഷയങ്ങളിലൊക്കെ വന്ന വീഴ്ചകൾ പരിഹരിക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ വെറുതെ മക്കൾക്ക് സമയങ്ങൾ വേസ്റ്റാക്കാൻ വേണ്ടി അനുവദിക്കരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാ. ജനങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധമാകുന്ന 2 വലിയ അനുഗ്രഹങ്ങൾ, അതിലൊന്ന് ഇത്തരത്തിലുള്ള ഒഴിവ് സമയങ്ങളാണ്. ആ ഒഴിവ് സമയങ്ങൾ യഥാർത്ഥമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള കൃത്യമായ പ്ലാനുകൾ വരച്ച് നമ്മുടെ മക്കളുടെ സമയം ഉപയോഗപ്പെടുത്തണം. മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.